ഇനി ഈ വഴറ്റിയെടുത്തത് ചെറു ചൂടോടുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതുവരെ അധികം ആരും ഉണ്ടാക്കാത്ത കൊറിയൻ സാലഡ് റെഡിയായി. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. Cook with Sophie, sharing 40 years experience. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൊറിയൻ സാലഡിൻ്റെ പ്രത്യേകതയും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സാലഡിന് സാധാരണ സാലഡിൽ ഉണ്ടാക്കുന്ന എല്ലാ ചേരുവകളും തന്നെയുണ്ട്. പിന്നെ ചില പ്രത്യേക ചേരുവകളും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഇത് ഒരു സാലഡ് വെള്ളരി. ഇത് പുറന്തൊലി കളയാതെയാണ് സാലഡിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ മുക്കിയിട്ടതിന് ശേഷം 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണിത്. ഒരു ചെറിയ സവാള, ഒരു 10-20 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് ചതച്ചത്, 1 ടീസ്പൂൺ കറുത്ത എള്ളും, 1/2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ സോയാ സോസ്. ബട്ടറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ 2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര്. ഇത് പുളിയില്ലാത്ത കട്ടയായ തൈരാണ്. 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 അറ്റവും ഒന്ന് മുറിച്ച് മാറ്റണം. എന്നിട്ട് ഇത് ഇത്രയും കട്ടിയുള്ള, അതായത് വലിയ കുക്കുംബർ ആയതുകൊണ്ട് ഞാനിത് 4ആയിട്ട് മുറിക്കുവാണ്. എന്നിട്ട് കനം കുറച്ച്, ഒത്തിരി കനമൊന്നും വേണ്ടത്, ഇതുപോലെ വേണം ഇത് അരിഞ്ഞെടുക്കാൻ. സാലഡ് വെള്ളരി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളിയും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മുളക് ചതച്ചത്, മുളക് പൊടി, കുരുമുളക് പൊടി, കറുത്ത എള്ള്, ഞാനത് കുറച്ച് മാറ്റി വെക്കുവാണ്. വെളുത്ത എള്ള് അതും കുറച്ച് മാറ്റി വെക്കുവാണ്. വിനാഗിരി, സോയാ സോസ്, ഉപ്പ്, തൈര്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് സാലഡ് വെള്ളരി ചേർക്കാം. ഇതൊരു ക്രീമി സാലഡാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. ചൂടായ പാനിലേക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ ഇട്ട് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട, നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി കിട്ടിയാൽ മതി. അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതും ചേർക്കാം. സാധാരണ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ വഴറ്റിയൊന്നും ചേർക്കാറില്ലല്ലോ. എല്ലാം പച്ചയ്ക്ക് തന്നെയല്ലേ ചേർത്ത് സാലഡ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഈ കൊറിയൻ സാലഡിൻ്റെ പ്രത്യേകത. അതും ബട്ടർ തന്നെയായിരിക്കണം. ഈ ബട്ടറിൽ വെളുത്തുള്ളിയും സവാളയൊക്കെ വഴറ്റുമ്പം തന്നെ അതിനൊരു പ്രത്യേക രുചിയും മണവും ഉണ്ട്. അതൊക്കെയാണ് ഈ സാലഡിൻ്റെ പ്രത്യേകതകൾ. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതൊന്ന് നോക്കാം.
ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിരുന്നല്ലേ. ഇനി ഈ വഴറ്റിയെടുത്തത് ചെറു ചൂടോടുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ അധികം ആരും ഉണ്ടാക്കാത്ത കൊറിയൻ സാലഡ് റെഡിയായി. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വെളുത്ത എള്ളും കറുത്ത എള്ളും ഒക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. വെളുത്ത എള്ളാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടിയത് കേട്ടോ. സാലഡ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നോ അതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയായ സാലഡാണ് ഇത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മിക്കവാറും നമ്മുടെ വീടുകളിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണല്ലോ, പ്രത്യേകിച്ചൊന്നും അധികമായിട്ടില്ല. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.